2020 ഇറങ്ങിയ ഒരു ക്യൂട്ടിന പടമാണ് ബക്കി എന്ന് പറയുന്നത്. ആദ്യം തന്നെ സിനിമയുടെ ഒരു പ്ലോട്ട് പറയാം, ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. അതൊരു ഹോം ഇൻവേഷൻ നടക്കുന്നതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഹോം ഇൻവേഷന് ഇന്ന് ചിലർ ഈ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ കയറുന്നതാണ്. അപ്പോൾ ഇതൊരു ടീനേജറായിട്ടൊരു പെൺകുട്ടി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കേട്ടിലും പെർഫോമൻസ് എന്ന് വെച്ചാൽ അന്യായ പെർഫോമൻസ്. അതായത് നമ്മൾ സാധാരണ ഈ റിവെഞ്ച് സ്റ്റോറി ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രതികാരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന ടൈമിൽ പൊതുവേ ഒരു 13 വയസ്സില്ലെങ്കിൽ 15 വയസ്സിലുള്ള ഒരു ക്യാരക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ കൊണ്ട് ഒന്നിനും പറ്റുന്നുണ്ടാവില്ല. ഒരു എന്താ പറയുക, ഒരു മിനിമം കോമൺ സെൻസും കൂടെ ഇല്ലാത്ത ക്യാരക്ടറാവും അത്. പക്ഷേ അവിടെയാണ് ഈ പടം കേട്ടില്ലാനായിട്ട് നിൽക്കുന്നത്. എല്ലായിടത്തും വലിയ ആണോ അല്ലെങ്കിൽ വലിയൊരു പെണ്ണാണ് റിവെഞ്ച് എടുക്കുന്നത്. ഇവിടെ റിവെഞ്ച് എടുക്കുന്ന 13 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അവിടെയാണ് ഈ സിനിമ ഒന്ന് വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത്. അത് മാത്രമല്ല, ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് 1.5 മണിക്കൂറാണ് ഡ്യൂറേഷന്. ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പടം എൻഗേജിങ് ആണ്. അതായത് പക്ഷെ ഒരു കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രിഡിക്റ്റബിൾ ആണ്. ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഏകദേശം ഒരു സൂചന കിട്ടും. പക്ഷെ 1-2 സാധനങ്ങൾ അങ്ങനെ പ്രിഡിക്റ്റബിൾ എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമന്റെ കെടുത്ത് അങ്ങനെയാണ്. അത് പെട്ടെന്ന് വരുന്ന കില്ലിങ്സ് ആണ്. പക്ഷേ ഒരു കോർ വയലൻസ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതായത് നിങ്ങൾ അധികം വയലൻസ് ഉള്ള ഒരു മൂവീസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ടുള്ള 2-3 സാധനങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ വയലൻസ് ആയിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ ഈ ടെറിഫയർ പോലത്തെ അല്ലെങ്കിൽ സെർബിയൻ ഫിലിം എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു മൂവി ഉണ്ട്, റോക്ക് ടേൺ പോലത്തെ, അങ്ങനെ കുറേ വയലൻസ് ഉള്ള മൂവീസ്, അങ്ങനെ ബ്രൂട്ടൽ സാധനങ്ങൾ, സ്ലാഷർ മൂവീസ്, അങ്ങനത്തെ ഇന്ന വയലന്റ് നേച്ചർ എന്നൊക്കെ പറഞ്ഞൊരു മൂവിയൊക്കെ ഉണ്ട്. മൊത്തം വെട്ടുമുത്തുമാണ്. അപ്പം അങ്ങനത്തെ വയലൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലത്തെ വയലൻസ് നിങ്ങൾക്ക് ഒരു മീഡിയം സാധനമായിട്ടേ തോന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം പക്ഷേ നേരെ തല കുത്തിനെ നിങ്ങൾ അധികം വയലൻസ് ഉള്ള മൂവീസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ടുള്ള 1-2-3 സാധനങ്ങൾ അന്യായ വയലൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും ചെയ്യും. അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ നിങ്ങൾ പെടും എന്നുള്ളതിനനുസരിച്ചിരിക്കും. എനിക്ക് ഒരു നോർമൽ വയലൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. കാണിക്കുന്നത് ബ്ലർ ചെയ്യാതെയാണ്. ഒരു സാധനം ഒരു കില്ലിങ്സ് വരുന്ന ടൈമിൽ അവർ മടിയൊന്നും കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് ഒരു കണ്ണുമൊക്കെ ഒരു കുത്തിയിട്ട് കണ്ണെടുക്കുന്ന ഒരു സീനുണ്ട്, കിട്ടില്ല സാധനം. അതാണ് ഒരു വയലൻസ്. പിന്നെ ഒരു ബോട്ടിന്റെ മോട്ടർ ഓൺ ആക്കിയിട്ടൊരു പരിപാടി ഉണ്ട്. പക്ഷെ അതിങ്ങനെ ഫുള്ളായിട്ട് കാണിക്കണില്ല എന്നുണ്ടെങ്കിലും അത് ഒരു വയലൻസ് ആണ്. ഇത് രണ്ടും എനിക്ക് വയലൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ഒരു വയലൻസിക്ക് സിനിമ പോകണില്ല. പിന്നെ ഈ ഒരു വയലൻസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റും അല്ല, കുറേ വയലൻസ് ഉള്ള മൂവി അല്ല. അപ്പൊ അതും നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഒരു റിവെഞ്ച് സ്റ്റോറി, ഓക്കെ, ഒരു അണ്ടർ റേറ്റഡ് റിവെഞ്ച് സ്റ്റോറി എന്നുള്ള രീതിയിൽ സിനിമനെ അപ്രോച്ച് ചെയ്യുക. കാരണം ഞാനിതിൻ്റെ ഒരു ഭയങ്കരമായിട്ട് വയലൻസ് ഉള്ള ഒരു മൂവിയാണ് ഞാൻ റിസർച്ച് ചെയ്തത്. കാരണം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വയലൻസ് ഉള്ള മൂവീസ് ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ ഇത് വയലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് പരിചയപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ ഒരു മൂവി നല്ല രസമുണ്ട്. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടമായി. അതുകൊണ്ടാണ് ഈ സിനിമ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണത്. പ്രെഡിക്റ്റബിൾ സ്റ്റോറി ലൈനാണെന്ന് മാത്രമല്ല, ഒരു ക്ലീഷേ സ്റ്റോറി ലൈനാണ്. നമ്മളൊരു റിവെഞ്ച് സ്റ്റോറി എന്ന് പറഞ്ഞ ടൈമിൽ നമ്മളെ മനസ്സിൽ ഓടിയെത്തുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഈ ടീനേജറിന്റെ പെർഫോമൻസ് വഴി പടം കിട്ടുമാക്കിയിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് ഇവരെടുത്തൊരു തീരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിവെഞ്ചിന് ഇറങ്ങുന്ന ആ ക്യാരക്ടർ ഏതാണെന്നുള്ളതാണ്. അത് ഈ 13 വയസ്സായി കുട്ടീനെ ഇറക്കിയപ്പോഴാണ് ഈ പടം മൊത്തത്തിലെ റേഞ്ച് മാറുന്നത്. മനസ്സിലായില്ല? അതേപോലെ തന്നെ ടെക്നിക്കലി കിട്ടിലും ഡയറക്ഷനാണ്. മനസ്സിലായില്ല? അപ്പോൾ ഈ ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടാക്സ് സൈനിങ് ഔട്ട്.